ന്യൂട്രൽ സ്റ്റാൻസ് പലപ്പോഴും ഞാൻ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനനുസരിച്ച് പോകുമ്പോൾ നമ്മുടെ ജേർണലിസ്റ്റുകൾക്ക് ഇന്ത്യൻ മാധ്യമത്തിന് ഒരുപാട് സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്ന് പല രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ട്. മാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ദി ലിബർട്ടി ടു എക്സ്പ്രസ്, ഇതൊക്കെ ഒരു പരിധി വരെ കൺട്രോൾഡ് ആണോ എന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. രണ്ട്, ഈ മാധ്യമത്തിൽ ആൾക്കാർക്ക് എവിടെയെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ ഒക്കെയുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് വിദേശത്തുള്ള ഇന്ത്യൻ ജേർണലിസ്റ്റുകൾ അവിടെ എന്തുമാണ് ചെയ്യേണ്ടത്? കാരണം നമുക്കെല്ലാം അറിയാം, ഒരു ബഹുസ്വരത ഇന്ത്യയുടെ ആവശ്യമാണ്. ഇന്ത്യയുടെ പത്രപ്രകാരം ഒരു പരിധിവരെയൊക്കെ ധർമ്മം നടത്തുന്നുണ്ട്. പക്ഷെ പുറത്തുള്ള ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇന്ത്യയുടെ ഈ വർദ്ധിച്ചു വരുന്ന ലോകത്തിലുള്ള അംഗീകാരം, ലോകത്തിലുള്ള ഇൻഫ്ലുവൻസ്, അത് കണക്കാക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഏത് രീതി വേണം? ഇന്ത്യയെ നമുക്കിവിടെ ക്രിട്ടിസൈസ് ചെയ്യണോ, അല്ല ഇന്ത്യ കാണിക്കുന്ന തെറ്റുകൾ നമ്മൾ പറയണോ, അതോ ഇന്ത്യയെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യമല്ലേ? ഇതാണ് ഞാൻ സാറിൻ്റെ ചോദിക്കുന്നത്. ഷുഡ് ബി, കാരണം നമുക്ക് ഒത്തിരി ഡിഫറൻസ് കാണും പൊളിറ്റിക്കലി. ഈ മാറി വരുന്ന സർക്കാരുകളോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ പത്രപ്രവർത്തകർക്കും ഉണ്ടാകും. അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കാറുമുണ്ട് ഉള്ളിൽ. പക്ഷെ വിദേശത്ത് വെച്ച് നമുക്ക് നമ്മൾ ഏത് രീതിയിലുള്ളൊരു പിന്നെ പ്രവർത്തനമാണ് നടത്തേണ്ടത്? അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ ഒരു രീതി ഇതാണ്. നമുക്ക് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, നമ്മൾ ഇന്ത്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അഭിമാന പുളകിതരാകണം എന്ന് കൊണ്ട് വള്ളത്തോൾ പറഞ്ഞ പോലെ അതുണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ ഇന്ത്യയുടെ സാറ് പറഞ്ഞ പോലെ ഇന്ത്യയുടെ അംബാസഡേഴ്സാണ്, ഡിപ്ലോമാറ്റ്സാണ്. അവരത് ഒഫീഷ്യലായിട്ട് ചെയ്യുന്ന IFS ഒക്കെ പാസ്സായി, നമ്മളതല്ലാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതി നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് എത്രമാത്രം ബാക്കിയുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിലുള്ള നമ്മളെല്ലാം ഒരു തരത്തിൽ നമ്മളെല്ലാം അത് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ 45 വർഷമായിട്ട് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള ഹംസീനൊക്കെ അറിയാം, പുള്ളി ആദ്യം മുതലേ വായിക്കുന്നതാണ്. നമ്മളെപ്പോഴും ആ രീതിയിൽ ഇന്ത്യയുടെ ആ പോസിറ്റീവ് കാര്യങ്ങൾ എപ്പോഴും ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയേണ്ട കാര്യമല്ല, അത് നാട്ടിലെ ആൾക്കാർ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് വിശ്വസിക്കുന്നതിനെക്കാട്ടും. അതുകൊണ്ട് ഞാൻ സാറിനെ ചോദിക്കുന്നത് എന്താണ് സാറേ, ഇപ്പം what role the media should play in the context of India's gaining clout or gaining influence as an influence as a economic power, military power and a diplomatic power. അതുകൊണ്ട് especially in this multipolar world, when there is no it's a multipolar world when it is the new technologies, emerging technologies are making communication very easy, seamless communication. ഈ ഒരു വ്യവസ്ഥയിൽ ഇന്ത്യയുടെ ഈ ഒരു റോളിൽ നമ്മൾ, അതായത് ഈ പുതിയ ലോകക്രമത്തിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ റോളിനെല്ലാം മാറ്റമുണ്ടോ? സാറിൻ്റെ ഒരു അഭിപ്രായം അത് കേട്ടിട്ട് നമുക്ക് ആൾക്കാരൊക്കെ ചോദിക്കാം. Sorry, I didn't go on to that aspect. I was thinking more about the evolution of journalism and diplomacy. When you talk of a new world order, it is not arrived yet. But it's very certain that the world order established in 1945, with the establishment of the UN, is gone. And that is one thing that we have to realize. And that is exactly why in the 21st century wars do not seem to end. Because we had a sudden end in India-Pakistan conflict, a sudden end in Israel-Iran. Apart from that, the major wars like Ukraine, Russia, then in Gaza, etc. have continued. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടറിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. UN ചാർട്ടർ അനുസരിച്ച് ഒരു ക്രൈസിസ് ഉണ്ടായാലും 3-4 സ്റ്റെപ്സ് എടുക്കണം എന്നാണ് ഇപ്പോൾ. ആദ്യമായിട്ട് പ്രിവെൻറ്റീവ് ഡിപ്ലോമസി, ദാറ്റ്സ് പാർട്ട് ഓഫ് ദി സെക്രട്ടറി ജനറൽസ് ജോബ്. ഈവൻ ബിഫോർ എ ക്രൈസിസ് അറൈസസ്, he should be able to understand that and bring it to the Security Council.
And if the war breaks out, immediately the Security Council has a ceasefire. Any story you can look at, even Jammu and Kashmir. And after the ceasefire, they put in a peacekeeping operation. There are several peacekeeping operations. Even Jammu and Kashmir even still has a peacekeeping operation. We are not even aware of that. Because we cannot remove it. Once we accept a peacekeeping operation, both sides have to agree to remove it. So all those which had guaranteed a certain amount of framework for dealing with crisis is completely gone. Now you know that the Secretary General is unable to even visit Israel. He has been declared persona non grata. Then how do you expect to function as a Secretary General of the United Nations? So our problem at the moment is what's the shape of this new world order, we do not know. And that is the reason why alliances are breaking. Because where is the Western alliance? Americans and Europeans are quarreling with each other as to what to do with the world. China is a very prominent factor. So what happening is that since a new world order is emerging, everyone is balancing each other. Nobody is able to commit. Why doesn't the European Union say that we stand with America on this issue? They are fighting Ukraine war themselves, but at the same time, the United States does not think that this is the way to be. So alliances, even the Eastern Alliance, the Soviet Union is broken up. And so everybody is measuring and gauging and seeing what kind of position you will get in the world in the future. And that is the uncertainty. Because there is nothing that you can say, okay, Europeans behave like this, or the Americans do this, or Indians will do this. That's not possible. So in this new world order, how we are going to, where our position will be, we do not yet know. The Operation Sindoor only special envoys in I personally feel it was not necessary. Because we have diplomats everywhere, and no special envoy can speak for us better than our ambassadors. But okay, a decision was taken and they went around. And the reports that we get is that they went and told them various things, but nobody changed its opinion about Operation Sindoor. We have no evidence. India was supported by only two countries, that is Israel and Taiwan. Nobody else, not even Bhutan. So we think of our influence, we think of our importance, but does it exist? Or by telling them, do you think you can get that? അതാണ് ഇപ്പോഴത്തെ ഒരു വലിയൊരു ഇഷ്യൂ. ഇപ്പോൾ ഒരാൾ ഗയാനയിൽ പോയി പ്രസിഡന്റിനെ കണ്ടു, he was very nice to me, etc. But all these special envoys were told, നിങ്ങൾ ഇന്ന ചോദ്യങ്ങൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. Number one, Jammu and Kashmir is an integral part of India. We have been saying it for years. But is there any country in the world which agrees with us? Nobody, because the UN map shows Jammu and Kashmir as a disputed territory on the map. So you are going and telling another government that it is a... So they will not contradict you. But they will say to themselves, then what is happening in the UN map? So how will he go out of his way and say that India is right? Not because they don't want to help you or understand you. But anyone who wants to know what the position about the Jammu and Kashmir is in the UN documents will find that this is to be settled by mutual consultation between India and Pakistan. So which country will say to you, yes, we know that Jammu and Kashmir belongs to India? It's not because it is a theoretical dispute, but this is it. Or when we say terrorism is absolute, and we are in now this terrorism new doctrine that any terrorist activity will be considered a war. How many will support us on that? Because one man's terrorist is often a
another man's freedom fighter. Haven't we supported terrorists in Sri Lanka? Haven't we supported terrorists in South Africa or in Namibia? We have given them arms, weapons. So they'll turn around and say, if you say that all terrorism is bad and everybody, they'll say that it's not possible because you have to judge who is a terrorist and who is not a terrorist, who is a freedom fighter. And the third point that they were trying to make was that there was no real danger of a nuclear war between India and Pakistan at that particular moment. Because President Trump is supposed to have intervened because he felt that there could be a nuclear war. And it's on that point that he claims that he told both of us to stop. But our Prime Minister has made very clear that nobody stopped us. So these are the nuances of our position. So how do we change this nuance to strengthen our soft power or our position? It is quite difficult because this is part of history. Earlier we used to call it hesitations of history. But it is very difficult to overcome that. So unless these problems are resolved in a new way and these are still festering in the world, then it will be very difficult to play the role that Isaac mentioned. How do we enhance our capacity? How do we enhance our credibility in the world? Thank you, sir. അപ്പോൾ ഇറ്റ്സ് ഓപ്പൺ ടു ക്വസ്റ്റ്യൻ. ആർക്കൊക്കെ സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ഞങ്ങളുടെ വേണു മലയാളി കൗൺസിൽ തന്നെ വേറെ 2 വലിയ മാധ്യമപ്രവർത്തകരുണ്ട്. ദീപികയുടെ ഡയറക്ടർ ജോണി പിറൂടെ ഞങ്ങളുടെ ചെയർമാനുണ്ട്. പിന്നെ നമ്മുടെ പ്രസിഡന്റ് ജീവൻ ടിവിയുടെ ചെയർമാനാണ്. ഇത് 2 മാധ്യമത്തിൻ്റെ 2 വലിയ ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ എല്ലാം മാധ്യമത്തിലുള്ളതാണ്. പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദ്യം ഈ കാര്യത്തെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു വ്യൂ പോയിന്റും കൂടി ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കൈ കാണിച്ചാൽ. ഇന്ത്യക്കാരോട് ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത്, ഇപ്പം മീഡിയ സെമിനാർ, ദ റോൾ ഓഫ് മീഡിയ ഇന്ത്യൻ ഗെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് വേൾഡ് ലെവലിലേക്ക് എങ്ങനെയാവുന്നു ഉള്ളതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ കോർപ്പറേറ്റുകളെക്കാൾ കഷ്ടത്തിൽ രാഷ്ട്രീയമായ ആളുകൾ മീഡിയയെ കയ്യിലെടുത്തു കഴിഞ്ഞു. ഓരോ മീഡിയയും ഈ കോർപ്പറേറ്റ് രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസിലോ വാങ്ങിക്കഴിഞ്ഞ് ഈ മീഡിയ പ്രവർത്തകരൊക്കെ അവർ പറയുന്ന ആജ്ഞാവർത്തികളായി മാറുകയല്ലാതെ ഒരു ജേർണലിസ്റ്റിന്റെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? 1. 2, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ വേൾഡിൽ നിന്ന് ട്രംപ് പറഞ്ഞറിയണം ഇന്ത്യയുടെ നയതന്ത്രം എന്താണെന്നും ഇന്ത്യ എന്താണ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഈ സിന്ദൂറിനെ പറ്റി വിവരിക്കാൻ ലോകം മുഴുവൻ പോകുമ്പോഴും എന്താണ് ആക്ച്വലി ഉള്ളത് എന്ന് ഇവിടെയുള്ള മീഡിയക്ക് പോലും അറിയാതെ ട്രംപ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി പറയാത്ത ഒരു ഭരണകൂടമുള്ള സ്ഥിതിയിൽ വാട്ട് ഇസ് ദ റോൾ ഓഫ് മീഡിയ? വി ആർ വെരി മച്ച് ആങ്സൈറ്റി ആൻഡ് വെരി മച്ച് അഫ്രൈഡ് അബൌട്ട് ദ ഹൗ ദ മീഡിയ ഇസ് ഗോയിങ് ഓൺ. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സം ഓഫ് ദ ഫോഴ്സ്. ആ രീതിയിലാകുമ്പോൾ മീഡിയ പ്രവർത്തകർക്ക് പോലും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ വിഷൻ അനുസരിച്ച് മീഡിയ പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ, ഒന്നിനെതിരെ പറഞ്ഞാൽ അവരെ പോലും കൊല്ലുന്ന രീതിയിലുള്ള ഇന്ത്യ പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വേൾഡിന് എന്താണ് സംഭാവന നൽകാനുള്ളത്? നമ്മളുടെ പൗരന്മാർ അവരുടെ മീഡിയയിലൂടെ വല്ലതും പറഞ്ഞാൽ കർണാടകയിലുള്ള ഒരു എഴുത്തുകാരിയെ കൊന്നതുപോലെ, അതല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു എഴുത്തുകാരൻ എത്രയോ കാലം നോർത്ത് ഇന്ത്യയിൽ ജയിലിൽ കഴിഞ്ഞതുപോലെ, what is the freedom of journalists in India? After getting the freedom from India, then we can think about world order and world influence. Kindly give the reply. Thank you. That's a very controversial point, isn't it? We just celebrated the word celebrate is wrong, the anniversary of the emergency. All of us remember what happened during the emergency. But what was the real picture? Was it necessary for Mrs. Gandhi to have taken those measures to secure Indian democracy? So it's a political point. None of us can now argue that she was right or she was wrong. So ഓരോ കാലത്തിനനുസരിച്ച് ഗവൺമെന്റിന് ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും. അത് ജേർണലിസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറച്ചൊക്കെ ഇത് ആവശ്യമാണെന്നുള്ളൊരു ഫീലിംഗ് കൂടി ഗവൺമെന്റിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ആബ്സല്യൂട്ട് ആൻസർ അതിന് കൊടുക്കാൻ പറ്റില്ല. നമ്മളെല്ലാ കാലത്തും
പ്രസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ, അതോ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ it has to be seen in that context in interest. For us to say now, why was emergency necessary, all this, it is superfluous to, it is not unnecessary to discuss that. These have happened in different parts of times of history, and it has had its good and bad aspects. So we should not discuss it in a political or party lines that such and such a party declared emergency, now another government is doing. They say this is unofficial emergency. That may be a dangerous thing for us. I was looking at from the point of view of how, at Isaac's question as to how India's soft power can be enhanced by communication and journalism. That was the point. സാർ ഒരു 50 വർഷമായിട്ട് ഇതിന്റെ ഇന്ത്യ റീജിയൻ ചെയർമാൻ അങ്ങനെ ഇന്റർവ്യൂ ചെയ്തല്ലേ. അതെ, അതിനകത്ത് നമ്മൾ വളർന്നു വന്ന കാലത്ത് മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു വേറെ തിങ്കിങ് ആണ്. ഇപ്പം അത് മാറിപ്പോയി സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഈ വളർന്നു വന്ന കാലത്തും ഞാൻ ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന കാലത്തൊക്കെ ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മജോറിറ്റി ഓഫ് ദം വർ ഓൾവേസ് പോയിന്റിങ് അറ്റ് ഗവൺമെന്റ്, ക്രിട്ടിസൈസിങ് ആൻഡ് കീപ്പിംഗ് ദം അണ്ടർ കൺട്രോൾ. The changes happen throughout the world now is that most of the journalists, all big writers are all with the government now. So the value of the actual role of journalism itself has changed. All are pro establishment throughout the world. There are very few. Even the American media, when you watch, most of them are pro government now. That is what he was mentioning, that everybody, political parties have captured the journalist institution or newspapers and everybody. The only people on the sideline now is the freelance fellows, YouTube channel fellows. They have, most of them are criticizing government. The established formal media is simply, remember like you were saying about BG Varghese, Philip, Kumi Kapoor, all those G.K. Reddy, all they were writing in what fashion at that time. That's all journalism we call. But that was the one which had power. Where is the power of journalism now for you to globally influence? Because most of the journalists, vast majority of them is the ruling party. That is not conventionally the role of journalist was. Now, we എങ്ങനെ നമ്മൾ ഇനി പോയിട്ട് ഗ്ലോബലി നമ്മുടെ ഇത് പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൾവേസ് സേയിങ് ഹല്ലേലൂയ ടു ദി റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്. യു ഹാവ് ടു സേ ദ റൈറ്റ് തിങ് ആൻഡ് സ്റ്റിൽ വി ആർ ബെറ്റർ. വി ആർ ബെറ്റർ ദാൻ ഇറ്റ് യൂസ് ടു ബി. നമ്മുടെ ഇന്ത്യ is the fourth power എന്ന് പറയും. 4th വേൾഡ് പവറായി, എക്കണോമി ഭയങ്കര വളരും. നമുക്കിപ്പോഴും പോവർട്ടി ഉണ്ടെന്നൊക്കെ പറയാൻ ആരുമില്ല. അതും വേണമല്ലോ, ഗവൺമെന്റിനെ ശരിക്കും നയിക്കണമെങ്കിൽ അതും വേണമല്ലോ. അങ്ങനെ ഒരു സ്ട്രോങ് ഇല്ലാത്തിടത്തോളം കാലം അവിടെ ഈ പ്രൊജക്റ്റ് ഇത് വേണ്ട. അതർവൈസ് വേൾഡിൽ ചെല്ലുമ്പോൾ അവരിപ്പോഴും ആ ഒപ്പീനിയൻ മാറി വരുന്നുണ്ട്. ഇന്ത്യ വേൾഡ് ഓഫ് ഈ സ്നേക് ചാമ്പേഴ്സിൻ്റെയും മന്ത്രിമാരുടെയും അമ്പലത്തിൻ്റെയും ഒക്കെ സ്ഥലമാണെന്നുള്ള അത് ഇപ്പോഴും മാറ്റിയെടുക്കാൻ പറ്റും. യോഗ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് മാറാൻ പറ്റുന്നുണ്ട്. ഞാനിതിനെ കാണുന്നത്, yes, there is a way of increasing our clout in the world, but അത് ഈ അണ്ടർബെല്ലി കിടക്കുന്നിടത്തോളം കാലം എങ്ങനെ ശരിയാക്കാൻ പറ്റും? അതാരും പറഞ്ഞില്ലെങ്കിൽ പുറത്തിരിക്കുന്നവർ അത് മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ബാലൻസ് വ്യൂ വരുന്നില്ല. അതിന് സാറിന് എന്താ പറയാനുള്ളത്? ബാലൻസ് വ്യൂ ആയിട്ട് നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ പറഞ്ഞ റിയൽ പ്രൊജക്ഷൻ നടത്താൻ പറ്റൂ. But then you are suggesting that you must guide your journalists. Who has to guide? I mean, they have to correct themselves. That won't happen because journalists are by themselves, they have their own right. Correct. So the criticism is that governments are manipulating them. But the other people who are not in the government will say they are not manipulating. Those in the government will say they are not manipulating. They are only giving information. So that's a very subjective assessment. But what I was talking was reality ആണ് സബ്ജക്റ്റീവ് ആണെങ്കിൽ. അതെ, പക്ഷേ എമർജൻസി കാലത്ത് ശരിക്കും ജേർണലിസത്തിനെ സപ്രസ് ചെയ്തിരുന്നോ എന്നൊരു സ്റ്റഡി ഉണ്ടോ? ഇപ്പോഴത്തെ ജേർണലിസ്റ്റ് പല ചാനലിലും നമ്മൾ കേട്ടാൽ ഒരു പ്രോ ഗവൺമെന്റ് ഒന്നും അല്ല. Asianet is owned by a BJP leader, but how much do they talk about BJP? In fact, Chandrasekhar says if my name has to be known, I have to go and request them. So journalists operate independently in spite of these controls. That's it. So that's what I'm saying. So these are all objective assessment, subjective assessment. My question is more fundamental. Whether journalists can help us make ourselves more powerful. That is the question that we are addressing.
പെട്ടെന്ന് ഷോർട്ട് ആക്കണം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ജേർണലിസത്തെ കാണുന്നത് പ്രപഞ്ചത്തിൻ്റെ പേന എന്നാണ്. ആകാശത്തെയും ഭൂമിയെയും വെള്ളത്തെയും എല്ലാത്തിനെയും ഒന്നിച്ച് അവിടുത്തെ വിഷയങ്ങളെ നോർത്ത് വെസ്റ്റ് ഈസ്റ്റിലേക്ക് വരച്ച് കണ്ടപ്പെടുന്ന ഒന്നാണ്. മഷത്തുള്ളികൾ നിറച്ചുകൊണ്ട് പേന വോയിസായിട്ട് ഈ സമൂഹത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ സ്പീച്ച് ആർട്ടിക്കിൾ 91A ഫണ്ടമെന്റൽ സ്പീച്ചിനെ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ജേർണലിസത്തിനകത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും എഴുതുന്ന കാര്യങ്ങൾ പറയുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നിൽക്കുന്ന പേപ്പർലെസ് വർക്കിലേക്കും ഈ ഡിജിറ്റലൈസേഷനിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജേർണലിസം നമ്മൾ ഇന്നലെ കണ്ടതിൽ നിന്ന് മാറിപ്പോകും. കമന്റുകളും യൂട്യൂബിലേക്കും ഒക്കെ വരുന്ന വാർത്തകൾ പലപ്പോഴും നല്ലതും അത് പലപ്പോഴും മോശകരമാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജേർണലിസം മേഖലത്തിൽ ആർട്ടിക്കിൾ 91A അതായത് ഫണ്ടമെന്റൽ സ്പീച്ച് ആവശ്യമോ റെസ്ട്രിക്ഷനോ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കണോ എന്നുള്ള തരത്തിലേക്കാണ്. അത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ജേർണലിസ്റ്റുകൾക്ക് ഉൾപ്പെടെ അതിന് മറുപടി പറയാം. അല്ല, അത് ഗവൺമെന്റൽ കൺട്രോൾസിനെ ഡിസൈഡ് എന്നുള്ളതാണ്. ഓരോ ഗവൺമെന്റും പലതരത്തിലുള്ള ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഗവൺമെന്റ്സും റെസ്ട്രിക്ട് ചെയ്യുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. അതേ സമയത്ത് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ടല്ലോ. Hello. I would like to thank you for giving this opportunity. My name is KVM Dawood. I am representing Dubai Warta. So firstly, I am a huge fan of you. Your standing, observation, everything, statements. So it's my pleasure to stand in front of you. I would like to speak in Malayalam, which is more comfortable for me. Okay. സോ ഇവിടെ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റും ഇതിലൊരു ഈ സെമിനാറിൽ വെച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഐ തിങ്ക് ആഗോളതലത്തിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഡെവലപ്പ് അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ മാറ്റം ഉണ്ടാകുന്നു, ഇന്ത്യക്ക് എന്ത് ചേഞ്ചസ് ഉണ്ടാകുന്നു, എങ്ങനെ സ്വീകാര്യത ഉണ്ടാകുന്നു എന്ന് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ജേർണലിസത്തിന്റെ റോൾ നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കാലം മുമ്പ് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യനെ ചില വിഭാഗം വിദേശികൾ വിലയിരുത്തിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെരുവിൽ ഉറങ്ങുന്നവരുടെ നാട്, അല്ലെങ്കിൽ വീടുകളില്ലാത്തവരുടെ നാട്, അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവരുടെ നാട്, അല്ലെങ്കിൽ കുറച്ച് വിഭാഗം മാത്രം സാമ്പത്തികമായിട്ട് അടിത്തറ ഉണ്ടായിരുന്നവരുടെ നാട് തുടങ്ങിയ സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടായിരുന്നു. അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ആ മാറ്റത്തെ അഡ്രസ്സ് ചെയ്യാതെ പോകരുത് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിലൊരു സാഹചര്യത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഭവശേഷി, ഒരു മനുഷ്യന്റെ വിഭവശേഷി ആ രാഷ്ട്രത്തിന് സംഭാവന ചെയ്യുന്നതിൽ ഒരു ഇന്ത്യക്കാരുണ്ടായിരിക്കും. അത് നമുക്കൊരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ വേദികളും നമ്മളെ എടുത്തു പറയേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിലൊരു സാഹചര്യത്തിൽ നമുക്കറിയാം പല ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്, അതിനെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ മാറി വന്നിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ന്യൂട്രൽ നിലപാടുകളുണ്ട്. ഇപ്പോൾ ചേരിചേരാ പ്രസ്ഥാനം, ചേരിചേരാ നയം, അതിന്റെ ഒക്കെ പ്രതിഫലനമായിട്ട് വളരെ മാന്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ലോകത്തോട് പറയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ഇൻസിഡന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഒരു ഇന്ത്യക്കാരൻ പുറത്തു പോകുന്ന സമയത്ത് അയാൾക്ക് റെസ്പെക്ട് മറ്റൊരു കൺട്രിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല. ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരുന്നുണ്ട്, ഇന്ത്യക്ക് സൈനികമായിട്ടുള്ള വളർച്ചയുണ്ട്, ഇന്ത്യക്ക് സാംസ്കാരികമായിട്ടുള്ള വളർച്ചയുണ്ട്. ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ മറുവാദങ്ങളെ എതിർത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇതുകൂടി അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവിടേക്ക് മീഡിയന്റെ റോള് വരുന്ന സമയത്ത് നമുക്കറിയാം ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മീഡിയ എന്ന് പറയും. ഡെമോക്രസിയുടെ 4th പില്ലറാണ് മീഡിയ എന്ന് പറയുന്നത്. അപ്പം ഈ മീഡിയയുടെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ഭയങ്കരമായിട്ട് മീഡിയനെ ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ആണ്. പൊതുജനങ്ങളുടെ അഭിപ്രായം അവർ പെട്ടെന്ന് പറയും. ഇപ്പൊ ഞാനൊരു സോഷ്യൽ മീഡിയ ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ആണ്. അവരുടെ അഭിപ്രായം ആ ഒരു ന്യൂസിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് കമന്റ് ബോക്സിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ ആ ഒരു പൊതുജനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അഡ്രസ് ചെയ്യുന്നത് ഇപ്പോൾ ജേർണലിസം ഒരു വിഭാഗം, ഒരു മാധ്യമ പ്രവർത്തകർ ഒരു പൊളിറ്റിക്സ് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ജേർണലിസത്തിൽ ആളുകളുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ, അല്ലെങ്കിൽ അതുകൂടി നമ്മൾ ഇതിനോടൊക്കെ ചേർത്ത് വായിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്കറിയാം.
ഹലോ, എൻ്റെ പേര് സഹൽ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ് ഇവിടെ. സാറിന് മുന്നിൽ കിട്ടിയ സ്ഥിതിക്ക് എനിക്കൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പം ലോക രാഷ്ട്ര നേതാക്കളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമസി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സിനൊരു ഭാഷയുണ്ട്, അതിനൊരു രീതിയുണ്ട്. പക്ഷേ ലോക നേതാക്കൾ അതിനപ്പുറത്തേക്ക് ഡിപ്ലോമസിയുടെ ഭാഷ വിട്ട് ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെയും മറ്റുമൊക്കെ പ്രസ്താവന നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി കുറെ കൂടി പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇറാന്റെ കാര്യത്തിലൊക്കെ നടത്തിയ കമന്റുകൾ നമ്മൾ കണ്ടു. അപ്പം ഡിപ്ലോമസിയെ പൊളിറ്റിക്സ് മറികടക്കുന്നുണ്ടോ? ആ ഒരു ഘട്ടത്തിൽ ഒരു ജേർണലിസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പല രാഷ്ട്രങ്ങളിൽ നമ്മുടെ സംഘങ്ങൾ പോയി അവിടെ അവരുടെ ക്യാമ്പയിൻ നടത്തി. മോർ ദാൻ ഡിപ്ലോമസി അതൊരു ക്യാമ്പയിൻ പോലെയായിരുന്നു. അപ്പം അതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് കുറെ കൂടി ഡിപ്ലോമാറ്റ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നമുക്ക് വിവരങ്ങൾ കിട്ടേണ്ട ആളുകളിൽ നമുക്ക് ആക്സസ് കുറഞ്ഞു വരുന്നത്, അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് അല്ലെങ്കിൽ അതിനൊരു ബാരിയർ കൂടി വരുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. ആ ഘട്ടത്തിൽ എന്താണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ്? സാറിൻ്റെ ഒരു പഴയ ഓർമ്മയിൽ അല്ലെങ്കിൽ പഴയ ഒരു നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ അതുകൂടി നല്ലതായിരിക്കും. ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം അത് കാര്യങ്ങളൊക്കെ ട്രെയിൻ ഡിപ്ലോമാറ്റ്സിനെ വിട്ടുകൊടുക്കണമെന്നതാണ്. ഇന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടില്ലാത്ത ഒരാൾ, ഇന്ത്യയുടെ നയങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ ഒരു സീസൺ അംബാസിഡറെക്കാളും ബെറ്ററായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. The whole idea of a parallel publicity establishment is not helpful. No? No, what I'm saying is we have a foreign service, we have a foreign minister, and to have somebody else going around saying things may not be very helpful. But it is the government's decision, that is politics. So we cannot say anything about it. But in my view, that was unnecessary. ഡെലിഗേഷൻ പോയത് ഡെലിഗേഷൻ പോയത് ഒരു നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി അനുഭവിച്ച സമയത്ത് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടി കൊടുക്കുക എന്നുള്ളതല്ലേ? നിൽക്കുന്നുണ്ടോ? അല്ല, ആ ഒരു സന്ദേശം കൊടുക്കാന്നുള്ളൊരു എല്ലാ പാർട്ടികളും ഒന്നിച്ചാണ് കാര്യത്തിൽ. അല്ല എങ്കിൽ പോലും ഇന്റർനാഷണൽ statement is wrong. We are not together. All political parties are not together on this. Each one is trying to do down what the government has done. മാത്രമേ പോയുള്ളൂ തോന്നുന്നു. കുറച്ച് പ്രതിപക്ഷത്തൊന്നും പോയത് ഉണ്ടായിരുന്നു. പക്ഷെ വാട്ട് ഡിഡ് ദേ അക്കംപ്ലിഷ്? അല്ല സാർ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യ ആസ് എ കൺട്രി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു ഞാൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഐഡിയോളജി എന്നുള്ള നിലയ്ക്കല്ല ഉദ്ദേശിക്കുന്നത്. ആസ് എ രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. നമ്മൾ നേരിട്ട ഒരു ഭീകരാക്രമണത്തിന് നമ്മൾ തിരിച്ചടി കൊടുത്തു. ആ കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദേശം കൊടുക്കാന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നില്ല അതിന്. ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ലേ മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസ്? അല്ല, അത് നമുക്ക് ഇന്റേണൽ ആയിട്ട് രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും കണ്ടോണ്ടിരിക്കല്ലേ ഈ ഇന്ത്യയുടെ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ വ്യൂ ഗവൺമെന്റിന്റെ വ്യൂ ആണ്. അല്ലല്ലോ. അപ്പൊ പിന്നെ നേരത്തെ വക്കീൽ പറഞ്ഞ കാര്യം കോൺട്രാക്ടറി ആയിക്കോ. വക്കീൽ പറയുന്നത് നാട്ടിലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാണ് വക്കീലിന്റെ അഭിപ്രായം. അതല്ലേ നമ്മുടെ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്സ്. അതൊന്ന് തിരുത്താം. ഇന്ത്യയുടെ പ്രസ് എന്ന് പറയുന്നത് 4ാമത്തെ തൂണാണ്. പക്ഷെ ആ 4ാമത്തെ തൂണിനെ ഈ പറയുന്ന എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അടക്കം ഇവിടെയുള്ള ഭരണവർഗം കൺട്രോൾ ചെയ്യുന്നു. ജേർണലിസ്റ്റുകൾക്ക് ജീവഭീഷണി പോലെയല്ല, കൊല്ലുക വരെ ചെയ്തു. അതല്ലെങ്കിൽ കേരളത്തിലൊരു ജേർണലിസ്റ്റ് എത്രയോ കാലം ജയിലിൽ കിടക്കുന്ന അവസ്ഥ വന്നു. All journalists are being chased out or they are controlled by some of the force. മറ്റുള്ള കാലങ്ങളിലും അടിയന്തരാവസ്ഥയുടെ സമയത്തൊക്കെ ഇതുപോലെ കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി മൊത്തം കൺട്രോൾ ചെയ്ത് അവരാണ് പബ്ലിക് ഒപ്പീനിയൻ മേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. സോഷ്യൽ മീഡിയ അടക്കം കൺട്രോൾ ചെയ്തിരിക്കുന്ന അതുകൊണ്ട് അത് മൊത്തം എല്ലാ ആൾക്കാർക്കും അങ്ങനെ ആണെന്നില്ല. എത്രയോ ആൾക്കാർ ഇപ്പോഴും വളരെ ധൈര്യമായിട്ട് നിൽക്കുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ ഭരണകൂടത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സപ്രഷൻ ഒപ്രഷൻ മീഡിയയോടുള്ളത് ഈ കോൺഗ്രസിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ അത് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഉണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്നു. പറയരുത് ചെയ്യരുത് എന്നുള്ള ഒരു കൺട്രോൾ ഭരണപക്ഷത്തിൽ ഡെമോക്രാറ്റിക് രാജ്യത്ത് പോലും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ? നാഷണൽ സെക്യൂരിറ്റി കൺസിഡറേഷൻസ്. അതാണ് അവർ ഉപയോഗിക്കുന്നത്. ഓരോ ഗവൺമെന്റും പറയും നിങ്ങളിത് പറയുന്നത്
നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ ഹേർട്ട് ചെയ്യുമെന്ന് പറയുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസം. സാറേ, ഞാൻ അഡ്വക്കേറ്റ് ആഷിഖ് പറഞ്ഞതും BJP സാർ പറഞ്ഞതും സുഹൃത്തുക്കൾ പറഞ്ഞതും ഒന്ന് കൂട്ടി വായിച്ചിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് 4 തരം ജേർണലിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയാണോ, അതിൽ ഏതാണ് നല്ലതെന്ന് ഒരു ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആമുഖമായിട്ടൊന്നൊരു കാര്യം പറയുന്നത്. ഞാൻ 30 വർഷമായിട്ട് ഒരു മാധ്യമത്തിൽ എൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഞാൻ MD ആയിട്ടും വൈസ് ചെയർമാനും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ ചീഫ് എഡിറ്ററും ആയിരുന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഫെഡറേഷൻ ഉണ്ട്, കേരള ടെലിവിഷൻ ഫെഡറേഷൻ. ഞാനിപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റാണ്. അത് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ട്രഷററായിരുന്നു, പിന്നെ സെക്രട്ടറി ആയിരുന്നു, വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ഞാനത് പറയാൻ കാരണം മിക്കവാറും ഈ ജേർണലിസത്തിൽ ഈ മീഡിയയിൽ സംഭവിക്കുന്ന ടെലിവിഷൻ ചാനലിൽ പ്രത്യേകിച്ച് നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ചില കാര്യങ്ങൾ KTF എന്ന് പറയുന്നത് കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ ഓണേഴ്സ്, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ, ഇങ്ങനെയുള്ള ആളുകളാണ് അതിലേക്ക് അതിൻ്റെ കമ്മിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. അവിടെ നടക്കുന്ന പല കാര്യങ്ങളും, ഒരു ചാനലിൽ നടക്കുന്ന, അതിനുള്ളിൽ നടക്കുന്ന പല കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം സത്യത്തിൽ എനിക്കിവിടെ പറയാൻ പറ്റില്ല. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 4 തരം ജേർണലിസം എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, അനുഭവിച്ചിട്ടുള്ള, ഇപ്പോൾ അനുഭവിച്ചിട്ടിരിക്കുന്നതാണ്. ഒന്ന്, ചില ആശയ്ക്ക് ക്ഷമിക്കണം, ഞാൻ ഈ ചീഫ് എഡിറ്റർ ആകാൻ വേണ്ടിയിട്ട് ഒരു PG ഡിപ്ലോമ കൂടി ജേർണലിസ്റ്റ് എടുത്ത ആളാണ്. ഞാൻ പ്രാക്ടിക്കലായിട്ട് അത് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നേരിട്ട് കണ്ട് നല്ല അനുഭവം പറയാം. സാർ, 4 തരം ജേർണലിസ്റ്റുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന്, എന്തെങ്കിലും എഴുതി അവർക്ക് ആ എഴുതുന്നവർക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, എങ്ങനെയെങ്കിലും മീഡിയ അറ്റൻഷൻ കിട്ടണം, മറ്റൊരു അറ്റൻഷൻ കിട്ടണം. അത് സ്വന്തം ആശയമോ മറ്റൊരു ആശയമൊന്നും അല്ല. എന്തെഴുതിയാലാണ് പബ്ലിക് അറ്റൻഷൻ കിട്ടുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു തരം ജേർണലിസ്റ്റ്. 2, മാനേജ്മെന്റ് പറയുന്ന ചില പത്രങ്ങളും ചില മീഡിയ ഒക്കെ രാഷ്ട്രീയപരമായിട്ടായിരിക്കാം, മാനേജ്മെന്റ് പരമായിട്ടായിരിക്കാം, ഇടതോ വലതോ ഒക്കെ ആയിട്ടുള്ള ആ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ അത് എഴുതുന്ന പത്രപ്രവർത്തകർ ഉണ്ടാവും. 3, ചിലർ പത്രധർമ്മം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിലേക്ക് വരുമ്പോൾ പത്രധർമ്മത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. പത്രധർമ്മം അവരെല്ലാം പഠിച്ച്, അവൻ സ്വന്തമായിട്ടുള്ള അവൻ്റെ ആശയവും മറ്റൊന്നുമല്ല, അവനെല്ലാം പഠിച്ച് പത്രധർമ്മം അത് വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്തിട്ട് അവൻ എഴുതും. 3ാമത്തെ കാറ്റഗറി. 4ാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു ആശയം കാണും, അവരുടെ സ്വന്തമായിട്ടൊരു ഒരു 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 ഞാൻ ജാതി പറയല്ല, അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ജാതി കാണും, രാഷ്ട്രീയം കാണും, ജാതി കാണും, സ്വന്തമായിട്ട് ചില ആശയങ്ങൾ കാണും, പല വിധത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. അതാണ് 4ാമത്തെ ഒരു കാറ്റഗറി. അവരെവിടെ ഏത് മാനേജ്മെന്റ് പറഞ്ഞാലും, ഏത് മാനേജ്മെന്റ് ചാനലായാലും പത്രമാണെങ്കിലും അവരത് തന്നെ എഴുതുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒത്തിരി ഉദാഹരണമാണ്. സാറ് വർക്ക് ചെയ്യുന്ന ചാനലും എൻ്റെ ചാനലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവർ മാനേജ്മെന്റ് പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. അവർക്ക് എന്താണോ തോന്നുന്നത്, അവരുടെ ആശയം എന്താണോ, അവരുടെ രാഷ്ട്രീയം എന്താണോ, അവരുടെ മതം എന്താണോ, അവരുടെ വ്യൂ ഉണ്ടോ, അത് മാത്രമേ എഴുതുള്ളൂ. 4 തരം ജേർണലിസമാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടാക്കുന്നത്. ഇത് റിയലി കണ്ടിട്ടുള്ളതാണ്. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്, സമയമില്ലാത്ത അതിലേക്കൊന്നും പോകുന്നില്ല. സാർ, ഇതിൽ ഏതാണ് ഇത് ശരിയാണോ? ഒന്ന്, ഈ നമ്മളിപ്പോൾ പറയുമ്പോൾ ജേർണലിസ്റ്റുകളെ ഞാൻ എന്താണ് ക്രിറ്റിസൈസ് കൊണ്ട് പറയല്ല, ഞാനൊരു ജേർണലിസ്റ്റായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. ഇത് റിയലി ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഇത് ഏതാണ് ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏതാണ് ശരിയെന്ന് എനിക്കറിയാം. ഇത് ചെയ്യാൻ പറ്റുമോ? എന്താ സാറേ, ഇവരെല്ലാം യൂണിഫോം സ്റ്റൈൽ ആക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല, ഒരിക്കലും സാധിക്കില്ല. അപ്പൊ എന്തുമാത്രം നമുക്ക് ഇവിടെ പ്രോബ്ലം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തില് മീഡിയയുടെ റോള് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ ഇന്റർനാഷണൽ ലെവലിലേക്ക് എങ്ങനെ പ്രതിഫലിപ്പിക്കണം എന്നുള്ള ഇന്ത്യയുടെ റോളിനെ പറ്റി പറയുമ്പോൾ ഇതിൽ സ്വന്തം ആശയങ്ങൾ ഇപ്പൊ ഞാനീ പറഞ്ഞ 4 കാറ്റഗറിയിൽ 3 കാറ്റഗറി എഴുതി കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നില്ലേ എന്ന്. പക്ഷേ ഈ വെസ്റ്റേൺ പ്രസ് ജനറലി ഇന്ത്യക്ക് ഹോസ്റ്റൈൽ അല്ല. അതെ, അത് ഞാൻ അതിനെ പറയുന്നത്. ന്യൂയോർക്ക് ടൈംസോ ഇക്കോണമിസ്റ്റോ അപ്പോൾ ആളുകൾ പറയുന്നത് ഇന്ത്യക്ക് ഇപ്പം നല്ല ഇംപ്രഷൻ ഉണ്ടാവണമെങ്കിൽ go and buy Economist, it's available. Millions of dollars കൊടുക്കേണ്ടി വരും, but Economist will write for you if you give them those. ഇതാണ് റിയാലിറ്റി. ഈ ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു സാറേ. ഈ പത്രധർമ്മം എന്ന് പറയുന്ന പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പത്രധർമ്മമൊക്കെ എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കാത്രേ ഉള്ളൂ.
നമുക്ക് വളരെ സമയം കുറവാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കാനുണ്ട് ക്വസ്റ്റ്യൻസ്. വളരെ വാശിയേറിയ ചർച്ച നടക്കുകയാണ്. അപ്പോൾ കാരണം ഇവിടെ നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിന് 6 പങ്കെടുത്തുന്നുള്ള റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല, കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2-3 സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചോട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1971 ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്. അതാണോ UN അക്സെപ്റ്റ് ചെയ്യുന്നത്, അതോ ഇന്ത്യയുടെ മാപ്പിന് പ്രകാരമാണോ എന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യന്. രണ്ടാമത്തേത്, ഈ ട്രംപിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ അമേരിക്കൻ ആയിട്ട് പറയുകയാണ്. അമേരിക്കക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നോ അതായിരിക്കും അവരുടെ മെയിൻ തോട്ട്. അല്ലാതെ ഒരു രാജ്യത്തെ പറ്റിയോ അവരുടെ പറയുകയില്ല. അമേരിക്കക്ക് സെക്യൂർ ആയിട്ട് എന്ത് ചെയ്യുന്നു അതായിരിക്കും അവരുടെ റൂൾ. 3, നമ്മളെ പണ്ടൊക്കെ USA-യില് ഏഷ്യ എന്ന് പറഞ്ഞാൽ ചൈന അല്ലെങ്കിൽ ജപ്പാൻ. ഇപ്പം മാറിയിട്ട് ഓൾ IT ആൻഡ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സൗത്ത് ഇന്ത്യൻസ് ആണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പം അമേരിക്കൻ മിനിസ്ട്രിക്ക് തന്നെ അറിയാം, ഗവൺമെന്റ് തന്നെ അറിയാം, സൗത്ത് ഇന്ത്യൻസ് ആണ് മെയിൻ IT മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം മലയാളിക്കാണ് അല്ലെങ്കിൽ മലയാളിക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ എങ്ങനെ നമുക്ക് അതിന്റെ സംഭാവന കൊടുക്കാവുന്ന സാറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ളാം. ലൈൻ ഓഫ് കൺട്രോളിന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഈ ഒരു ലൈനുണ്ട്, ദാറ്റ് ഇസ് ലൈൻ ഓഫ് കൺട്രോൾ. അതിന് താഴെ ഒരു ഫുട് നോട്ട് ഉള്ളത്, ദിസ് demarcation on the map is not been accepted by both the sides. So this has to be settled between them എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും LOC-യിൽ വന്നു, നമ്മുടെ സിംല അഗ്രിമെന്റ് കഴിഞ്ഞു, അതൊന്നും UN കണക്കിലെടുക്കുന്നില്ല. ഇപ്പോഴും ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ട് കാശ്മീരിൽ, നമുക്കറിയാം. ഇന്ത്യ അംഗീകരിക്കുന്നില്ല, പക്ഷെ അവർ ദേഹോടുത്ത പാകിസ്ഥാനീസായി സെൻട്രൽ റിപ്പോർട്ട്സ് ടു സെക്രട്ടറി ജനറൽ. യു കാൻ സ്റ്റോപ്പ് ഇറ്റ് because once you accept a peacekeeping operation, then both sides have to agree. Pakistan never agrees. They say that this should be there even after Simla agreement. അപ്പോൾ അതാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. പല കാര്യങ്ങളും ഈ ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിലും ഈ ലൈൻ ഓഫ് കൺട്രോളിന്റെ കാര്യത്തിൽ UN പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം മ്യൂച്വൽ അഗ്രിമെന്റ് ഈസ് എസെൻഷ്യൽ. സാറേ നമസ്കാരം. ഇപ്പം തന്നെ ഒരു വിവേചനം സാറ് കണ്ടു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോയി, അമേരിക്കക്കാരൻ ചോദിക്കാൻ പോയി. അപ്പം മത്തായി പറഞ്ഞു അമേരിക്ക ഈസ് ഫസ്റ്റ്. അപ്പം നമ്മൾ സ്വയം നമ്മൾ മാറണം. പക്ഷെ ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ നമുക്കറിയില്ല എത്ര അമേരിക്കക്കാരോട് ഉണ്ടെന്നുള്ള കാര്യം. അതുപോലെ അഡ്വക്കേറ്റ് നമ്മുടെ സഹോദരൻ ചോദിച്ച ക്വസ്റ്റ്യന് സാറ് പറഞ്ഞപ്പോൾ മീഡിയ, പണ്ടുള്ള മീഡിയയുടെ എണ്ണവും ഇന്നുള്ള മീഡിയയുടെ എണ്ണവും ഒരുപാട് വ്യത്യാസമുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ ഇപ്പൊ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമുക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പണ്ടും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടാകുന്നുണ്ട്, നാളെയും ഉണ്ടാകും. അത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല, അത് വെളിയിൽ എത്രത്തോളം വരുന്നു, നിങ്ങൾ എത്രത്തോളം വെളിയിൽ കൊണ്ടുവരുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് MLA-മാരും MP-മാരും ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്തിട്ട് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് 4 പത്രക്കാരെ കണ്ടു കഴിയുമ്പോൾ ഗവൺമെന്റിനെ പറ്റി 2 ചീത്ത വിളിച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത്. കുടിക്കാൻ പോലും പോകത്തില്ല. നേരെ ഇവിടെ വരും, ഞങ്ങൾക്ക് ഇന്ത്യയിൽ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മുടെ ഇവിടുത്തെ മീഡിയ വിളിച്ച് പറയും. എന്നിട്ടാണ് അവർ ഹോട്ടലിലോട്ട് കയറുന്നത്. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോട്ടോകോളിലുള്ള ഒരാൾ ഇവിടെ വന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത്? അത് സാറ് ഒന്ന് അംബാസഡർ നല്ല പാടില്ല. ദീപികയുടെ ഡയറക്ടർ, വേൾഡ് മലയാളി കൗൺസിലിലെ ചെയർമാൻ. 137 കൊല്ലം പഴക്കമുള്ള ആദ്യത്തെ മുത്തശ്ശിയാണ് ദീപിക ന്യൂസ് പേപ്പർ. ഇന്ന് അതിന് റീഡേഴ്സ് ഉള്ളത് വളരെ കുറച്ച്, ഒരു 10 ലക്ഷത്തിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. IPL ക്രിക്കറ്റിൻ്റെ അത് കാണാൻ 21 കോടി ജനങ്ങളാണ് ലോകമെമ്പാടുന്ന് കാണുന്നത്. ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മനോരമയുടെ മിന്നക്കൂടി എണ്ണാമെങ്കിൽ എണ്ണിക്കോ, മനോരമ ചെറിയാച്ച എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നാളെ കള്ളം പറയരുത് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം കുടിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പൈങ്കിളി കഥകൾക്ക് വീണ്ടും
സമയമായിരിക്കുകയാണ്. ഷാജൻ സ്കറിയയും സോയിമോനും ഒക്കെ മുന്നിൽ നിർത്തി. അവരുടേത് കേൾക്കുവാനും അവരുടേത് വായിക്കുവാനുമാണ് എൻ്റെ ഭാര്യക്കടക്കം സന്തോഷം. അപ്പോൾ അവർക്കാണ് ഇൻഫ്ലുവൻസ്, പത്രങ്ങൾക്കല്ല. അവർ കാശ് കിട്ടുന്നത് മേടിച്ചിട്ട് ആരെയൊക്കെ ഫ്രാഞ്ച് ചേട്ടനെന്ന് വിളിക്കുകയും ഒക്കെ ചെയ്ത് അവരെഴുതും. അവർക്ക് മറുപടി പോലും കൊടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അവരുടെ കയ്യിലും ഗുണ്ടായുസമൊക്കെ ഉണ്ട്. അപ്പം കാലം മാറി, കഥ മാറി, കാലാവസ്ഥ മാറി. ഇതിന് മാറ്റമൊന്നും വലുത് പ്രതീക്ഷിക്കുന്നില്ല. സംഭവമാമി യുഗേ യുഗേ. ഇതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ ഇവിടെ. നമസ്കാരം. ഞാനൊരു ചോദ്യമായിട്ടല്ലെങ്കിലും മീഡിയയുടെ ഒരു പ്രാധാന്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഒക്കെ ആസ്പദമാക്കി നമ്മുടെ മീഡിയയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷനെ പറ്റി പ്രധാനമായിട്ട് എൻ്റെ ഒരു പരാതി, നമ്മുടെ ഒരു പത്രമാധ്യമം അല്ലെങ്കിൽ TV ചാനലായിക്കോട്ടെ എഴുതി കാണിക്കുന്നതെല്ലാം ബ്രേക്കിംഗ് ന്യൂസാണ്. മിക്കവാറും ഹെഡ് ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും. ഇവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതായത് മത്സരമാണ് ഈ ബ്രേക്ക് ചെയ്യാൻ. പക്ഷെ വാസ്തവം കാണണമെങ്കിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും തപ്പേണ്ടി വരും. ഏറ്റവും വലിയ കാര്യം പോയിന്റിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരാം. പത്രങ്ങൾ നോക്കിയാൽ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പരാതി, നമ്മുടെ യുവാക്കൾ നാട് വിട്ടു പോകുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. കാരണം അവർക്ക് പോസിറ്റിവിറ്റി എന്നൊരു കാര്യം കിട്ടാനില്ല. ഈ പത്രങ്ങൾ വായിച്ചാൽ ആദ്യത്തെ ടൈറ്റിൽ സ്ഫോടനം, അല്ലെങ്കിൽ താഴെ കൊലപാതകം, അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീപീഡനം, അല്ലെങ്കിൽ ബാലപീഡനം. നല്ല ഒരു വാർത്തയുള്ള ഒരു പത്രം മലയാളത്തിൽ കാണിച്ചു തരാമെങ്കിൽ ഇത് സമ്മതിച്ചില്ല. ഫ്രണ്ട് പേജിൽ ദുഃഖിപ്പിക്കുന്ന വാർത്തകളത്. പണ്ടുപോലും തന്നെ ഞാൻ പത്രം കിട്ടിയാൽ ആദ്യം തിരിച്ചിടും. കാരണം സ്പോർട്സ് വാർത്ത വായിക്കും, കാരണം സമാധാനം കിട്ടും. അപ്പോൾ അക്രമകരമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നാടിനെ പറ്റിയുള്ള എല്ലാ പോസിറ്റിവിറ്റിയും തകർക്കുന്ന, പ്രതീക്ഷകൾ തകർക്കുന്ന, അത് ഞാനതാ പറഞ്ഞത്. അതാണ് മീഡിയയുടെ റോൾ. മീഡിയയ്ക്ക് നമ്മുടെ യുവജനങ്ങളിൽ പ്രതീക്ഷ കൊടുക്കാൻ സാധിക്കണം. സത്യങ്ങളെ വിളിച്ചു പറയുന്നതോടൊപ്പം ഈ തൊഴുത്തിൽ കുത്തുന്നതിന് പകരം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ ഹൈലൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആത്മവിശ്വാസം കൊടുക്കാൻ വിമർശനങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. ആരും സ്വേച്ഛാധിപതിയായിട്ടൊന്നും പോകാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. തീർച്ചയായും നല്ലൊരു പ്രതിപക്ഷവും വേണം. അതും ശക്തമാക്കാൻ ഈ പറയുന്നവർക്കെല്ലാം സാധിക്കും. പക്ഷേ ചുരുക്കം പ്രതീക്ഷാ നിർഭരമായിരിക്കണം മീഡിയ, വിമർശനപരമായിരിക്കണം മീഡിയ. വിമർശനത്തിനും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, അതുണ്ടാക്കണമെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സാറിന്റെ ഒരു അഭിപ്രായം കൂടെ കേൾക്കാൻ ആഗ്രഹിക്കും. താങ്ക് യു. യാതൊരു ചലഞ്ചും ഇല്ല. വാട്ട് യു സെഡ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. അത് റിയാലിറ്റി അതല്ലല്ലോ. പത്രക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിൽക്കുമോ? ബാലപീഡനമായാലും സ്ത്രീപീഡനമായാലും എല്ലാം പത്രത്തെ എക്സ്പെക്ട് ദം ടു ബി ദേർ. അപ്പൊ നല്ല വാർത്തകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഇസ് ഹാപ്പനിങ്, സോ ദേ ആർ റിപ്പോർട്ടിംഗ്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. നമസ്കാരം, എൻ്റെ പേര് കെ വി ശംസുദ്ദീൻ, ബേസ്ഡ് ഇൻ ദുബായ്. എനിക്ക് ഈ വിഷയത്തിൽ ഇത്രയും സംസാരിച്ചെന്ന് മനസ്സിലായത്, ഒരു കാര്യത്തിൽ നമ്മുടെ വിദേശത്തുള്ള പത്രപ്രവർത്തകർക്ക് ഒരു പ്രധാന റോളുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഇന്ത്യ എന്നൊരു രാജ്യം 33 കോടി ജനങ്ങളുണ്ട് എന്ന് ഒരു വിദ്യാർത്ഥിയായിരിക്കെ പഠിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് 145 കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. അന്ന് ആ ചെറുപ്പകാലത്ത് കണ്ടിരുന്ന ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യയും നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ അന്തരം ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ വിദേശ നാടുകളിലുള്ള പല മീഡിയകൾക്കും, വിദേശ നാടുകളിലുള്ള ഇന്ത്യൻ മീഡിയ സംബന്ധിച്ചല്ല പറയുന്നത്, മറ്റുള്ള മീഡിയകൾക്ക് ഇപ്പോഴും ആ കാലത്തെ ഇന്ത്യയുടെ ചിത്രമാണ് തേറ്റി വരിക. ആ സാഹചര്യത്തിൽ അത് മാറ്റിയെടുത്ത് ഇന്നത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള എബിലിറ്റി നമ്മുടെ വിദേശത്തുള്ള മീഡിയകൾക്ക് ഉണ്ടാവണം എന്നുള്ള ഒരൊറ്റ നിർദ്ദേശമാണ് എനിക്ക് നൽകാനുള്ളത്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാണ്, പക്ഷേ ചാൾസ് ഒരു ചോദ്യം ചോദിക്കുന്നത് പറഞ്ഞു. അതോടെ കൂടുതൽ ലാസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ എന്നിട്ട് നമ്മുടെ ഐസക് സാർ കൺക്ലൂഡ് ചെയ്യുകയും അതിനുശേഷം നമ്മുടെ മീഡിയ ചെയർപേഴ്സൺ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ബെസ്റ്റ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മളൊരു മാധ്യമ സെമിനാർ നടത്തി ഇത് അവസാനിപ്പിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ ഇരിക്കുന്നവരെങ്കിലും ഒരു പ്രതിജ്ഞ എടുക്കണം. മീഡിയയെ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും, നമുക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് മീഡിയക്കാരൊക്കെ ഉണ്ടല്ലോ, അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. സാധാരണ ഇങ്ങനെ നടന്ന മാധ്യമ സെമിനാറും കൊണ്ടൊന്നും ഒരു പ്രയോജനം കിട്ടാറില്ല. എന്തെങ്കിലും ഒരു പ്രയോജനം ആർക്കെങ്കിലും മനസ്സിൽ നല്ലൊരു തോട്ട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു നല്ല മെസ്സേജ് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കും. താങ്ക് യു.
ഇതിൽ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഐസക് സാർ സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. വളരെ എൻഗേജിങ്ങും വളരെ എക്സൈറ്റിങ്ങും ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. പലരും നല്ല ചോദ്യങ്ങൾ, അവരുടെ വ്യൂ പോയിന്റ്സ്. ഞാൻ പറഞ്ഞത് നമുക്ക് വി ഹാവ് ദ ഫസ്റ്റ് എന്താണ് ആദ്യമേ നമ്മൾ പറയേണ്ടത്, വി ഷുഡ് എഗ്രി ടു ഡിസഗ്രി. നമുക്ക് എല്ലാ ആൾക്കാരും അങ്ങോട്ടും, പക്ഷേ എല്ലാത്തിൻ്റെ ഒരു ആശയ്ക്കൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മാത്രം ഈ സമയത്ത് മാത്രമല്ല പല സമയങ്ങളിലും ഭരണകൂടങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ ആയാലും ചില അവർക്ക് ഇഷ്ടമില്ലാത്ത മാധ്യമങ്ങൾ അടിച്ചിരുത്താനും ഒക്കെ നോക്കിയിട്ടുണ്ട് ഒരു പരിധി വരെ പലയിടത്തും. ഇത് കേരളത്തിലും ഒക്കെ ഒരു പരിധി വരെ നടന്നിട്ടുമുണ്ട്. എല്ലാ UDF വന്നാലും LDF വന്നാലും, ഇപ്പോൾ BJP വന്നാലും കോൺഗ്രസ് വന്നാലും കോൺഗ്രസിൻ്റെ ഭരണകാലത്തും പല സമയത്തും ഇതുപോലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതൊരു നമ്മുടെ ഇന്ത്യയുടെ ഒരു നയമായിട്ടോ ഗവൺമെൻറ് നയമായിട്ടോ കരുതരുത്. അത് മാത്രമല്ല, ഇപ്പം ഒരു മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദി എഞ്ചിൻ ഓഫ് ഇന്ത്യയുടെ സോഫ്റ്റ് പവറിൻ്റെ എഞ്ചിനാണ്. ബാക്കി നമ്മുടെ IT മേഖല, നമ്മുടെ കൾച്ചർ ഒക്കെയാണ് നമ്മുടെ സോഫ്റ്റ് പവറാണ്. അപ്പോൾ ഈ നമ്മുടെ ഒരു ഇപ്പോഴത്തെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻഫോം ചെയ്യുക മാത്രമല്ല, വി ക്യാൻ ഇൻഫ്ലുവൻസ് ദി നറേറ്റീവ് ഓഫ് ദി വേൾഡ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ചുള്ള നറേറ്റീവ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാവുന്നതിനെക്കുറിച്ച് ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് കഴിയും. അതേസമയം തന്നെ കഴിയുന്നിടത്തോളം കാലം ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറാനും അത് പണ്ടും മീഡിയയുടെ റോളാണ്. അത് വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് സാധിക്കുന്നത്. നമുക്ക് എപ്പോഴും ഒന്നും കയറി എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഇവിടെ കയറി വേറെ ഈ ഗൾഫ് രാജ്യങ്ങളെ തിരുത്താനൊന്നും നമ്മൾ ശ്രമിക്കരുത്. സാഹസം അത് ചെയ്യാനൊക്കത്തില്ല. അത് ഇവിടുത്തെ കാര്യങ്ങളനുസരിച്ച് നമ്മൾ പോകുന്നു. ഇവിടുത്തെ മീഡിയ കുറച്ചുകൂടെ സബ്ഡ്യൂഡാണ്. അല്ലാതെ ഇവിടുത്തെ നമുക്ക് പണ്ട് പോലെ ഞാൻ പറയാറുണ്ട്, ഇവിടെ വന്നിട്ട് നമുക്ക് പക്ഷേ ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഏറ്റവും നല്ല ഭരണകൂടങ്ങളാണ്. അവരെ ഒരിക്കലും കാരണവശാലും വിമർശിക്കേണ്ടതല്ല, അവരെ പ്രശംസിക്കാൻ മാത്രമേ നമുക്കുള്ള അവസരങ്ങൾ എത്തുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതാണ്. അതുകൊണ്ട് എന്തൊക്കെ പലരും ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ എന്തൊരു ജേർണലിസ്റ്റ് അവിടെ, നിങ്ങൾക്ക് ഇവിടെ വല്ല സ്വാതന്ത്ര്യമാണ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇവിടെ. ഞങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ പാകിസ്ഥാനെക്കുറിച്ചോ US കുറിച്ചോ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ, എന്ത് എഴുതാം. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിനെ നിങ്ങൾ വിമർശിക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനുള്ള അവസരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങളില്ല. ഇവിടെ എല്ലാ ഗവൺമെൻറ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോആക്റ്റീവായിട്ടും പോപ്പുലേഷന്, അതായത് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എനിക്കിതേ പറയാനുള്ളൂ, നമ്മുടെ ഈ മാറി വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഒരു ഇപ്പോഴത്തെ മൾട്ടിപോളാർ വേൾഡ്, ഇന്നത്തെ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വളരെയേറെ വർദ്ധിച്ചിരിക്കുന്ന സമയത്ത്, ഇന്ത്യയുടെ ഈ പൊളിറ്റിക്കൽ ക്ലൗട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മിലിറ്ററി ക്ലൗട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന, ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ ഇക്കണോമിക് റിലേഷൻഷിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ജേർണലിസ്റ്റുകളെ പണ്ട് കണ്ടപോലല്ല ഇപ്പോൾ കാണുന്നത്. കുറച്ചുകൂടെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്, റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഇൻഫ്ലുവൻഷ്യലാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പ് CEOs നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻസാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ആൾക്കാരെയാണ് USA. കാരണം നമ്മുടെ ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ ഒരു രീതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തേക്കാണ് യോഗ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ്. ഇന്ന് ഞാൻ ഈ പ്രാവശ്യം അല്ലേ ഇന്ത്യയിൽ വിദേശത്ത് 7,000 ആൾക്കാരായിരുന്നു ഇവിടെ യോഗ ഡേയിലുണ്ടായിരുന്നത്. അതൊക്കെ ഇന്ത്യ ചെയ്ത നമ്മുടെ ഒരു മെസ്സേജാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വി ഷുഡ് ബി പ്രൗഡ് ഇന്ത്യൻസ് ഫസ്റ്റ്. ബാക്കിയുള്ള കൺസിഡറേഷൻസ്, നമ്മുടെ റിലീജിയസ്, കമ്മ്യൂണൽ, പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇന്ത്യയുടെ വേണ്ടി അനുകൂലമായ നറേറ്റീവ്സ് സൃഷ്ടിക്കുവാനും, അല്ലാതെ വെറും ഒരു വാർത്ത അദ്ദേഹം പറഞ്ഞ പോലെ ഓരോ ദിവസം ആ വാർത്തകൾ കൊലപാതകവും മറ്റത് മാത്രമല്ല, ബാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും, ഇന്ത്യയുടെ നിലപാടുകൾ ബോധ്യപ്പെടുത്താനും, ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വിദേശത്തുള്ള ഞാൻ പറയുന്നത് ഒരു നെറേറ്റീവ് ഉണ്ടാക്കാനും നമ്മൾ ഉള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് പറയുന്നു. സാറിന് അതിൽ കൂടെ എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? കൂടുതൽ പറഞ്ഞ ആവശ്യമില്ല. അതല്ല, ഈ ഹൗ ഫാർ നമ്മുടെ ജേർണലിസ്റ്റിന് ഇന്ത്യയുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ കഴിയുന്നുള്ളത് ഇപ്പോഴും ഡിറ്റർമിൻഡ് ആയിട്ടില്ല. Is there any case where we can say that such a newspaper has created a narrative which has been helpful to us? സാർ, ഒരു പരിധി വരെ അത് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ബൈലൈൻഡായിട്ട് ഒരു 10,000-17,000 സ്റ്റോറീസ് എഴുതിയിട്ടുള്ളതിൽ ഇന്ത്യയെക്കുറിച്ച് എഴുതിയതിലൊക്കെ ഇന്ത്യയുടെ നമ്മുടെ അവിടുത്തെ രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ വിമർശിക്കേണ്ട കാര്യമില്ല.
ഇവിടുത്തെ കാര്യങ്ങൾ ഇന്ത്യയുടെ ആ വളർച്ചയെക്കുറിച്ചും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പിന്നെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള വളർച്ചയെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടി എഴുതാറുണ്ട്. ഞാൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി എല്ലാ രാജ്യങ്ങളും സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. These narratives come from Western sources. അതാണ് വെസ്റ്റേൺ സോഴ്സസ് എന്ന് വരുന്നതിന് കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ട്. നമ്മുടെ ജേർണലിസ്റ്റ് എഴുതുന്നതിന് അത്ര ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. വളരെ ആവേശകരമായ ഒരു ചർച്ചയായിരുന്നു. നമ്മുടെ ആ അനുഭവ സമ്പത്തുള്ള എല്ലാവരും അതുപോലെ മീഡിയ മാധ്യമ പ്രവർത്തകരൊക്കെ അതിനോട് പ്രതികരിച്ചു. സന്തോഷം. ഇനി ഇതിൻ്റെ ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായിട്ട് മീഡിയ ചെയർപേഴ്സൺ എസ് ബിജുകുമാറിനെ ക്ഷണിക്കുന്നു. അതിന് മുമ്പായിട്ട് ഒരു വാക്ക്, ഇത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃത്യം 3 മണിക്ക് ഷാർപ്പ് 3 o'clock നമ്മുടെ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇതേ ഹോളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളും ഇവിടെ പ്രസൻ്റ് ആയിരിക്കണം. ആരും പോയി കിടന്ന് ഉറങ്ങരുത്. കാരണം വളരെ ഒരു ഗ്ലോബൽ കോൺഫറൻസിൻ്റെ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാം കേൾക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 3 മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരണം. ഔദ്യോഗിക നന്ദി പ്രകടനത്തിനായിട്ട് ബിജുകുമാർ ക്ഷണിക്കുന്നു. താങ്ക് യു. മാറുന്ന ആഗോള ക്രമത്തിൽ വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെ പ്രസക്തിയും മാധ്യമപ്രവർത്തകരുടെ പങ്കാളിത്തം എന്ന വിഷയത്തിൽ ഗ്ലോബൽ പെനിയൽ കോൺഫറൻസിൻ്റെ ഭാഗമായി നടന്ന വളരെ നല്ലൊരു സെഷൻ നമുക്ക് ഇവിടെ സമ്മാനിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. ആദ്യമായി ടി പി ശ്രീനിവാസ് സാറിനെ നന്ദി പറയുന്നു.